അങ്ങനെ ഇന്ന് ഒരു വയസ്സും കൂടെ കൂടിയിട്ടോ. ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു. അമ്പലത്തിൽ പോകാനായിട്ട് അമ്മയുടെ വക പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ പോകാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ കുറച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എണീറ്റ് അമ്പലത്തിൽ പോകാനായിട്ട് എനിക്ക് മടിയായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം പോകാൻ റെഡി ആവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആവണേന് ഒരു മാസം മുമ്പേ അമ്മ എന്നെ വിളിച്ചിട്ട് പറയും കേട്ടോ, പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം എന്ന്. ഇന്നലെയും വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന് അമ്പലത്തിൽ പോകാൻ പുതിയ ഡ്രസ്സ് ഉണ്ടല്ലോ ലേന്ന്. ഞാനതുപോലെ മാക്സിന്ന് ഡെയിലി വെയർ കുർത്തിന്ന് 2 കുർത്തി വാങ്ങിച്ചാണ് കേട്ടോ അത്. പക്ഷേ എന്ത് പറ്റി, സെയിം പാറ്റേണിലുള്ള 2 കളേഴ്സാണ് കേട്ടോ എടുത്തത്. എനിക്ക് 2 കളറും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ പാറ്റേൺ സെയിം ആണോന്ന് നോക്കില്ല, രണ്ടും അങ്ങോട്ട് എടുത്തു കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ സദ്യയുടെ കാര്യം. പണ്ട് ഞാനും അനിയനും ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ പിറന്നാളിനും അമ്മ ഞങ്ങൾക്ക് സദ്യ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ, വിത്ത് പായസം. അതെനിക്ക് സംഭവമൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇത്രയും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടും എൻ്റെ പിറന്നാളിന് ഞാൻ തന്നെ സദ്യ ഉണ്ടാക്കേണ്ടതുള്ളത് കൊണ്ടും ഞാൻ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കും, ആരെങ്കിലും സദ്യ ഉണ്ടാക്കി തന്നെങ്കിൽ കഴിക്കാമായിരുന്നെന്ന്. പക്ഷേ ആരും ഉണ്ടാക്കി തരാനില്ലല്ലോ. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ കുഞ്ഞു പൂച്ചകളുണ്ട് കേട്ടോ. അതുങ്ങളെ നോക്കാൻ പോകാമെന്നുള്ളത് കുഞ്ഞിൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ പൂച്ചേനെ നോക്കാൻ പോയിട്ടുള്ള വരവാണത്. അമ്പലം തൊട്ടടുത്താണെങ്കിലും 2 വീലറിനാണ് പോകണമെങ്കിൽ ഹെൽമെറ്റ് മസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ മോള് ഹെൽമെറ്റ് വയ്ക്കാതെ എൻ്റെ കൂടെ പോന്നിട്ട് എനിക്കൊരു 500 ഫൈൻ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം എനിക്കിതുവരെ മാറി കിട്ടിയിട്ടില്ല. അമ്പലത്തിൽ ചെന്നപ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നു. കുഞ്ഞിടയ്ക്കിടയ്ക്ക് പറയേണ്ടിയിരുന്നു കാലുവേന എടുക്കണേ കാലുവേന എടുക്കണമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.